കുറച്ച് മാസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാലയെ പറ്റി പ്രത്യേകിച്ച് ഒരു വിവരം ഒന്നും കിട്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ബാല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പഴയ രീതിയിൽ തന്നെയായിരുന്നു ഇത് കണക്ക് തനിക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് വന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ 10 വർഷമായി തന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. താനുണ്ടെങ്കിൽ ഇത് കണക്ക് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, താനുണ്ടെങ്കിൽ അവരെ പിറകെ പോകുന്നില്ല. പക്ഷേ ഇത് കണക്കുണ്ടെങ്കിൽ തൻ്റെ പേര് വെച്ചിട്ടാണ് ഒരുപാട് പേര് ഇതിനകത്തുള്ള ഇഷ്യൂകളും കാര്യങ്ങളും പിന്നെ എടുത്തുകൊണ്ട് വരുന്നത്. താനുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പം എനിക്കുണ്ടെങ്കിൽ അവരുടെ പേര് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കുണ്ടെങ്കിൽ എൻ്റെ പേര് ഉപയോഗിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. അവരെന്ത് പറഞ്ഞാലും ശരി നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അതേ സ്ഥാനത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് എനിക്കെതിരെ പരാതിയും കാര്യങ്ങളും അതിൻ്റെ പുറകെ നടക്കേണ്ടതാണ്. ഞാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. തനിക്കുണ്ടെങ്കിൽ ഇത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. എന്തായിരുന്നാലും ശരി ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് 10 വർഷമായിട്ട് തന്നെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. താനുണ്ടെങ്കിൽ ആൾക്കാരുടെ ഓരോരോ ടെൻഷനും പ്രശ്നവും കാരണം തനിക്ക് നേരെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ബാല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാരെ പറ്റി ഉദ്ദേശിച്ചോ പറഞ്ഞതെന്ന് അറിയാം. എന്തായിരുന്നാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി അവരെന്തെങ്കിലും മറുപടിയായിട്ട് വരുമോ ഇല്ലയോ എന്ന് ഒന്നും അറിയത്തില്ല.